വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഒരു ദിവസം നമ്മൾ ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ ദിവസം ദേശീയ പ്രതീകങ്ങൾ പെടുന്നത് തന്നെയാണ് എന്താ പറഞ്ഞത്, ദേശീയ ഗാനം അല്ലെ, ജനഗണമന പഠിച്ചു കഴിഞ്ഞ ദിവസം. അപ്പൊ ഇന്ന് നമ്മുടെ ദേശീയ ഗീതാണ്, ഇന്ത്യയുടെ ദേശീയ ഗീതം. എന്താണ് ഇന്ത്യയുടെ ദേശീയ ഗീതം? ഏതാ ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മുടെ ദേശീയ ഗീതം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? വന്ദേ മാതരത്തെയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് എന്താണ്? വന്ദേ മാതരമാണ്. ആരാണ് വന്ദേ മാതരം രചിച്ചത്? വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. അപ്പൊ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് എന്ത് രചിച്ചത്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത്. അപ്പൊ ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ ബംഗാളിന്റെ സ്കോട്ട് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ബംഗാളിന്റെ സ്കോട്ട് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളിന്റെ സ്കോട്ട് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇനി നമ്മുടെ ദേശീയ ഗീതം ഏത് ഭാഷയിലാണ്? ദേശീയ ഗീതം രചിച്ചിരിക്കുന്ന ഭാഷ ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളി ഭാഷയാണ്. നമ്മുടെ ദേശീയ ഗീതത്തിന്റെ ഭാഷ ബംഗാളി ഭാഷയാണ്. ദേശീയ ഗീതം ഏത് രാഗത്തിലാണ്? ദേശീയ ഗീതം ദേശരാഗത്തിലാണ്. ദേശീയ ഗീതം ഏത് രാഗത്തിലാണ്? ദേശരാഗത്തിലാണ്. ഇതിന് ഈണം നൽകിയിരിക്കുന്നത് അഥവാ സംഗീതം നൽകിയിരിക്കുന്നത് ജദുനാഥ് ഭട്ടാചാര്യ എന്ന് പറയുന്ന വ്യക്തിയാണ്. ജദുനാഥ് ഭട്ടാചാര്യ. അപ്പൊ ജദുനാഥ് ഭട്ടാചാര്യാണ് ഇതിന് ഈണം നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ദേശീയ ഗീതം, ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിനെ ബംഗാളിലെ സ്കോട്ട് എന്ന് വിളിക്കുന്നു. ഇനി ബങ്കിം ചന്ദ്ര ചാറ്റർജി ദേശീയ ഗീതം രചിച്ചത് ഏത് ഭാഷയിലാന്നാ പറയണേ? ബംഗാളി ഭാഷയിലാണ്. രാഗം ദേശരാഗമാണ്. ഏത് രാഗമാണ്? ദേശരാഗമാണ്. ഈണം നൽകിയിരിക്കുന്ന വ്യക്തി ആരാണ്? ജദുനാഥ് ഭട്ടാചാര്യ. ആരാണ് ഈണം നൽകിയിരിക്കുന്നത്? ജദുനാഥ് ഭട്ടാചാര്യാണ്. ഇനി ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആരാണ് നടത്തിയത്? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്തിന്റെ? വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയ വ്യക്തി അരബിന്ദ ഘോഷാണ്. ആരാണ്? അരബിന്ദ ഘോഷാണ്. അപ്പൊ വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അരബിന്ദ ഘോഷാണ് നടത്തിയത്. ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെയാണ്: മദർ ഐ ബോ ടു ദി. മദർ ഐ ബോ ടു ദി എന്നുള്ളതാണ് ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അപ്പോ ദേശീയ ഗീതത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആരാ നടത്തിയത്? അരബിന്ദ ഘോഷാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്താ വിളിക്കണേ? മദർ ഐ ബോ ടു ദി എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിന്റെ തമിഴ് ട്രാൻസ്ലേഷൻ നടത്തിയത് ആരാണ്? തമിഴ് ട്രാൻസ്ലേഷൻ നടത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ആരാ നടത്തിയത്? സുബ്രഹ്മണ്യ ഭാരതി. അപ്പൊ വന്ദേ മാതരത്തിന്റെ തമിഴ് ട്രാൻസ്ലേഷൻ നടത്തിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഇനി വന്ദേ മാതരം ആലപിക്കുന്നതിന് എത്ര സമയം വേണം? വന്ദേ മാതരം ആലപിക്കാൻ 65 സെക്കൻഡ് സമയം വേണം. വന്ദേ മാതരം ആലപിക്കാൻ എത്ര സമയം വേണം? 65 സെക്കൻഡ് സമയം വേണം. ഇത് ആദ്യം ആലപിച്ചത് എവിടെയാണ്? ആദ്യം ആലപിച്ചത് 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിലാണ്. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിലാണ്. ആ കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റഹ്മത്തുള്ള സയാനി ആയിരുന്നു. അപ്പൊ റഹ്മത്തുള്ള സയാനി അധ്യക്ഷനായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1896 കൽക്കത്ത സമ്മേളനത്തിലാണ് എന്താലപിച്ചത്? വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയോ? എന്താണ് നമ്മൾ പറഞ്ഞത്? വന്ദേ മാതരം ആലപിച്ചത് 1896 ഏത് സമ്മേളനത്തിലാണ്? കൽക്കത്ത സമ്മേളനത്തിലാണ്. അതിന്റെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി ആയിരുന്നു. ഇനി ഇവിടെ വെച്ച് ആലപിച്ചത് ആരാണ്? ഇത് ആരാ ആലപിച്ചേ? ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി ഇത് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴാണ്? 1950 ജാനുവരി മാസം
മാസം 24-ാം തീയതി വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി ആര് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. അപ്പൊ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് അല്ലെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജാനുവരി 24-നാണ്. ഇനി ഇത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഇത് എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ നിന്നാണ്. ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ നിന്നാണ് ഏതെടുത്തിരിക്കുന്നത് എന്നാ പറയുന്നത്, നമ്മുടെ വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഈ ആനന്ദമഠം എന്ന ബംഗാളി നോവലിന്റെ പ്രമേയം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സന്യാസി കലാപമാണ്. അപ്പൊ സന്യാസി കലാപം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സന്യാസികളുടെ കലാപമാണ്. സന്യാസി കലാപം അതല്ല. ശരിക്കും സന്യാസി കലാപം ബംഗാളില് ഭൂനികുതി വർധനവിനെതിരെ നടന്ന ഒരു കലാപമാണ്. ബംഗാളിൽ ഭൂനികുതി വർധനവിനെതിരെ നടന്നിട്ടുള്ള കലാപത്തെയാണ് എന്ത് വിളിക്കുന്നത്, സന്യാസി കലാപം എന്ന് വിളിക്കുന്നത്. ആ സന്യാസി കലാപത്തിൽ നിന്നാണ്, സന്യാസി കലാപമാണ് എന്തിന്റെ പ്രമേയം എന്നാ പറയണത്, ആനന്ദമഠം എന്ന ബംഗാളി നോവലിന്റെ പ്രമേയം. അതിലെ നായകനാരാണ്, ഭാവാനന്ദനാണ്. ഈ ആനന്ദമഠത്തിലെ നായകനാരാണ്, ഭാവാനന്ദനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആനന്ദമഠത്തെ കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മുടെ വന്ദേ മാതരത്തെ കുറിച്ചൊക്കെ പറയാനുള്ളത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമാണ്. രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ ബംഗാളിന്റെ സ്കോട്ട് എന്ന് വിളിക്കുന്നു. വന്ദേ മാതരത്തിന്റെ ഭാഷ ബംഗാളി ഭാഷയാണ്. വന്ദേ മാതരം ഏത് രാഗത്തിലാണ്, ദേശീയരാഗത്തിലാണ്. ഈണം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആലപിക്കാൻ 65 സെക്കൻഡ് സമയം വേണം. ആദ്യം ആലപിച്ചത് 1896 കൽക്കത്ത സമ്മേളനത്തിൽ റഹ്മത്തുള്ള സയാനി അധ്യക്ഷനായിരിക്കുമ്പോൾ രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യം ആലപിക്കണേ. ഇതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അരബിന്ദ ഘോഷ് നടത്തി. അതിനെ വിളിക്കുന്നു മദർ ഐ ബോ ടു ദി. തമിഴ് ട്രാൻസ്ലേഷൻ നടത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഇനി ഇത് എടുത്തിരിക്കുന്നത് ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ നിന്നാണ്. ബംഗാളി നോവലാണ്, എടുത്തു പറയണം. ആനന്ദമഠം എന്ന ബംഗാളി നോവലിൽ നിന്നാണ്. ഇതിന്റെ ആനന്ദമഠത്തിന്റെ പ്രതിപാദ്യ വിഷയം സന്യാസി കലാപമാണ്. ബംഗാളിലെ ഭൂനികുതി വർധനവിനെതിരെ നടന്ന കലാപം. ആനന്ദമഠത്തിലെ നായകൻ ഭാവാനന്ദനാണ്. ക്ലിയർ ആയോ മക്കളെ? ഇത്രയേ ഉള്ളൂ ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ ഇനി നമ്മൾ ദേശീയ പതാകയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു, നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ എന്താ പറയാ ഈ സിമ്പിൾസ് മുഴുവൻ പഠിച്ചു തരും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ നൃത്തരൂപങ്ങള് അല്ലെങ്കിൽ ഉത്സവങ്ങള്, അങ്ങനെയുള്ള സംഗീതം, ഇന്ത്യയുടെ തപാൽ സംവിധാനം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അടുത്ത മേഖലകളിലേക്ക് പോവാട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ടീച്ചറുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.